നിങ്ങൾക്ക് നല്ല ചിത്രങ്ങളെല്ലാം ചുമരുമേലെ ചിത്രങ്ങളെല്ലാം വരച്ചത് ആളാണ് ഇത് കേട്ടോ. ആനയെല്ലാം വരച്ചിട്ടില്ലേ, അത് അദ്ദേഹമാണ് ഇത്. നേരത്തെ ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, നമ്മളെ സുഹൃത്തുമാണ്, ബ്ലോഗറും കൂടിയാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകനും ഡയറക്ടറും നിർമ്മാതാവും എല്ലാം വന്ന് അല്ലേ. നല്ല ആ ചാനലിൻ്റെ ഒന്ന് പേര് പറ. അതാണല്ലേ. നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ പേര്, ചെങ്ങേപ്പടി മോഡൽ UP സ്കൂൾ കേട്ടോ. നമ്മളെ സുഹൃത്താണ്.
പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പിന്നെ ചെങ്ങനപ്പടി മോഡേൺ യു പി സ്കൂളിലാണ്. അല്ല, യു പി സ്കൂളല്ലേ, മോഡേൺ യു പി സ്കൂളാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച സ്കൂളാണ്. അപ്പോൾ അത് പുതിയൊരു സംഭവം ഇവിടെ വരാൻ വേണ്ടി പോകുന്നു. അത് ഇതിൻ്റെ പിന്നെ ഹെഡ് ടീച്ചർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. നല്ല നമസ്കാരം. നമസ്തേ. ആ, എന്താ പേര്? ഞാൻ ചെങ്ങനിപ്പടി യു പി സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സായ അനുരൂപ. അനുരൂപ അല്ലേ? എവിടെയാണ് സ്ഥലം? സ്ഥലം ഞാൻ തലശ്ശേരി. തലശ്ശേരി. അപ്പോൾ ടീച്ചറെ, നമ്മളെ ഈ ചെങ്ങനപ്പടി മോഡൽ യു പി സ്കൂൾ എത്ര കാലം പഴക്കമുണ്ട്? ഏകദേശം 150 വർഷത്തോളം പഴക്കമുണ്ട്. പക്ഷേ 1890-ലാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. കുടിപ്പള്ളിക്കൂടമായി സ്ഥാപിച്ചെന്നാണ് ചരിത്രരേഖകളിലെല്ലാം ഉള്ളത് അല്ലേ?
പിന്നെ എത്ര പിന്നെ ടീച്ചേഴ്സ്മാരും മറ്റേ ഇവരെല്ലാം വന്നു പോയിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ഗുരുക്കന്മാർ പഠിച്ച സ്കൂളാണ് അല്ലേ? ആദ്യം എത്രയായിരുന്നു സ്കൂൾ ഉണ്ടായത് ഫസ്റ്റ്? 1924 ഇത് പിന്നെ എൻ കൃഷ്ണപ്പണിക്കർ എന്നൊരു അധ്യാപകൻ, ബ്രിട്ടീഷ് ഗവൺമെൻറ് പിന്നെ കീഴിൽ ജോലി ചെയ്ത ഒരു അധ്യാപകനാണ് ഇത് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഇത് പ്രൈമറി LP സ്കൂളാക്കി മാറ്റി. അദ്ദേഹം ഇവിടുത്തെ അധ്യാപകനും ഇതിൻ്റെ മാനേജറും സ്ഥാപക മാനേജറും കൂടിയാണ്. പിന്നീട് അത് 1950കളിൽ ഇത് UP സ്കൂളായി മാറി. അന്ന് ഏകദേശം 700ഓളം കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്നു. ഞാനുമല്ല ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. അതെ. പിന്നീട് പിന്നെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് CBSE കല്യാണം കഴിച്ചു ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു കുടുംബത്തിന്റെ സ്കൂളും കൂടിയാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇവിടുത്തെ എങ്ങനെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ടീച്ചറെ? പ്രവർത്തനങ്ങൾ അന്ന് നല്ല ഹെഡ് മിസ്ട്രസ് ആയിരുന്ന ഒരു 50കളിലും 60കളിലൊക്കെ ഹെഡ് മിസ്റ്റർ, 70കളിൽ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന KM സതി ടീച്ചറുടെ നേതൃത്വത്തിലുള്ള നല്ലൊരു ടീം വർക്ക്, അധ്യാപകരുടെ ടീം വർക്ക് കൊണ്ട് സ്കൂളിൻ്റെ ഒരു പ്രതാപകാലം തന്നെയായിരുന്നു. ഒരുപാട് ഷീൽഡുകളും സമ്മാനങ്ങളും പഠന രംഗങ്ങളിലും പാഠ്യേതര രംഗങ്ങളിലും ഒക്കെ കിട്ടാൻ വേണ്ടി അന്ന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉപജില്ല കലോത്സവ മേളകൾ. ഒരു കാലത്ത് ചെങ്ങിനിപ്പടി UP സ്കൂളിലെ കുട്ടികൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികൾ മത്സരിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കഴിവുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും പിന്നെ കാലത്തിന്റെ മാറ്റം CBSE സ്കൂളുടെ കുത്തൊഴുക്കെല്ലാം കൊണ്ട് കുറച്ച് കുട്ടികൾ കുറഞ്ഞ് ഒരു അനാദായകരമായ ഗണത്തിൽ പെട്ടു. പക്ഷെ ഇപ്പോഴും ഈ കൊറോണയ്ക്ക് ശേഷം വീണ്ടും മാറ്റം വന്നിട്ടുണ്ട്. അവിടെ തന്നെ NH-ന്റെ ഓരത്ത് സമീപത്ത് ഹോസ്പിറ്റലിന് സമീപത്ത്. അന്ന് പക്ഷെ തിരക്ക് പിടിച്ച പ്രദേശമായിരുന്നില്ല. പക്ഷെ ഇന്ന് വളരെയധികം തിരക്ക് പിടിച്ച ഒരു സ്ഥലമായിരുന്നു. അവിടെ നമുക്ക് ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം അവിടെ അതെ, ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അല്ല, അവിടെ തന്നെ ആക്കിയിട്ടില്ലായിരുന്നു? അവിടെ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ 11 സ്റ്റാഫ്, 10 ടീച്ചേഴ്സും ഒരു OAയും അടക്കം 11 സ്റ്റാഫ്. ഇപ്പൊ എവിടത്തേക്ക് മാറിയിട്ടുള്ളത്? പുതിയ സ്ഥലത്തേക്ക് കെട്ടിടത്തേക്ക് മാറിയല്ലോ. ചെട്ടിപ്പീടികക്ക് സമീപം ഒരു 2 നില കെട്ടിടത്തിൽ. അപ്പോൾ ഇനി പുതിയ കാലവർഷം കുട്ടികളെ ചേർക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് ഏത് രീതിയിലാണ് വരേണ്ടതെന്നൊന്നും കൂടി. ഇവിടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള ഇംഗ്ലീഷ് എല്ലാ സൗകര്യത്തോടും എല്ലാ സൗകര്യം, ലാബ് സൗകര്യമുണ്ട്, പിന്നെ കമ്പ്യൂട്ടർ ലാബുണ്ട്, എല്ലാ സൗകര്യവും. പിന്നെ ഇവിടെ ഫുഡും ഉണ്ട്. ഉച്ചഭക്ഷണം സർക്കാർ നൽകുന്ന ഉച്ചഭക്ഷണം. പിന്നെ ചില സമയങ്ങളിൽ മുട്ടയും മറ്റുള്ള അതെ, ബുധനാഴ്ചകളിൽ മുട്ടയും വ്യാഴാഴ്ചയും ചൊവ്വാഴ്ചകളിൽ പാലും ഒക്കെ ഉണ്ട്. ഉണ്ട് അല്ലേ? അതുകൊണ്ട് അല്ലേ? കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം മറ്റുള്ള സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ സ്കൂളിൽ ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ്മാർ കുട്ടികൾ പറയുന്നത് വെച്ചാൽ വീട്ടിലേക്ക് നിൽക്കുന്നേക്കാൾ കൂടുതൽ ഇഷ്ടം സ്കൂളിൽ വന്നിട്ട് പോകുന്നതാണ് ഇഷ്ടം എന്നാണ് കുട്ടികൾ പറയുന്നത്. അല്ലേ? നമ്മള് കുട്ടികളെ നമ്മളെ മക്കള് പോലെ തന്നെയാണ്. അതെ, ടീച്ചേഴ്സ് പോലെ അല്ല, നമുക്ക് ശരിക്കും ടീച്ചർ അമ്മയാന്നാ പറഞ്ഞത്. അങ്ങനെയാണ് കുട്ടികൾ പറയുന്നത്, ടീച്ചർ അമ്മയാണ്. അപ്പം മാഷുമാർ ഒരാളുണ്ട് അല്ലേ? അപ്പോൾ പിന്നെ ഇത് എത്ര മണിക്ക് ഏത് ദിവസമാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഏപ്രിൽ 3-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10:30 ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം. അപ്പോൾ ഇന്നലെ എന്തോ പരിപാടി ഉണ്ടായിരുന്നല്ലോ? ഇന്നലെ വിളംബര ജാഥ നടത്തി. ഗംഭീരമായൊരു വിളംബര ജാഥ നമുക്ക് നടന്നു. അപ്പോൾ ഇന്ന് വരുന്ന എത്ര മണിക്ക് ഉദ്ഘാടനം? 10:30. ആരല്ല വരുന്നത്? ഒരുപാട് നമ്മുടെ കണ്ണൂർ നഗരസഭയിലെ ഒരുപാട് പേരുണ്ട്. പിന്നെ വിശിഷ്ട അതിഥിയായിട്ട് MLA KV സുമേഷ് ഉണ്ട്. MP-മാർക്ക് ഇല്ല, പാർലമെന്റ് സമ്മേളനമായതുകൊണ്ട് MP-മാർ ഇല്ല. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാവരും അപ്പോൾ നല്ല നമസ്കാരം. ടീച്ചർക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ, ഷീൽഡും കപ്പുകളെല്ലാം നമുക്ക് സ്കൂളിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. എല്ലാം ഇവിടെ എത്തിച്ചാൽ നല്ല നമസ്കാരം. സുമേഷ് ചേട്ടാ ഒന്ന് നോക്കട്ടെ. കണ്ടില്ല.